കോഴിക്കോട് നന്മണ്ടയിൽ 4 പേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ചത്ത നായയെ പൂക്കോട് വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി. രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം 4 പേരെ ഈ നായ കടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ ഈ വിവരം എത്തിയിട്ടുണ്ടോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഞായറാഴ്ചയാണ് ഈ നന്മണ്ടയില് ഈ തെരുനായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുള്ളത്. തിങ്കളാഴ്ചയോട് കൂടി തന്നെ ഈ നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഈ നായയെ പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം പരിശോധന നടത്തിയപ്പോഴാണ് പേവിഷബാധ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. ഇതോടുകൂടിയാണ് നന്മണ്ട പഞ്ചായത്തും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ആളുകളെ 4 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. കൂടാതെ തന്നെ വളർത്തുമൃഗങ്ങൾക്കുൾപ്പെടെ അതുപോലെ തന്നെ അലഞ്ഞു നടക്കുന്ന മറ്റു തെരുവ് നായകൾക്ക് കടിയേൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾക്ക് പഞ്ചായത്ത് നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എത്ര പേർക്ക് ഇത്തരത്തിൽ ആളുകൾക്കല്ല മറ്റുള്ള വളർത്തുമൃഗങ്ങൾക്കോ ഉൾപ്പെടെയുള്ള മറ്റ് തെരുവ് നായകൾക്കോ കടിയേറ്റിട്ടുണ്ടാകാം എന്നുള്ള സാധ്യത കൂടി പഞ്ചായത്തിന്റെ കയ്യിൽ നിലവിൽ അത്തരത്തിലൊരു ആശങ്ക പഞ്ചായത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുള്ളത്. ശരി രമ്യ പറഞ്ഞ പോലെ നമുക്ക് ഈ 4 പേരുടെ കാര്യമേ അറിയുള്ളൂ. ഈ നായ എത്ര പേരെ അല്ലാതെ ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. ശരി രമ്യ.